ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാരതാംബയെ RSSന്റെ പ്രതീകമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടന. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ സർക്കാർ എതിർക്കുമെന്നും മന്ത്രി. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വലിയ വാഹനങ്ങൾക്ക് സ്കൂളിലേക്ക് പ്രവേശിക്കാനാകാത്തത് പുതിയ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. റെയിൽവേ തടസ്സപ്പെടുത്തിയത് 200-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കുള്ള വഴി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. വേറിട്ട സമരവുമായി എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പദ്ധതി പ്രദേശത്ത് 100 കണക്കിന് വൃക്ഷത്തൈകൾ നട്ടു. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. അപകടം ഇന്നു പുലർച്ചെ. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽപ്പെട്ട നടൻ സൈൻ ടോം ചാക്കോയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ത്യാഗസ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. ആശംസകൾ കൈമാറിയും ആലിംഗനം ചെയ്തും വിശ്വാസികൾ. വലിയ പെരുന്നാൾ സ്നേഹത്തിന്റെ ആഘോഷമാണ്. വാർത്തകൾ വിശദമായി. ഭാരതാംബയെ RSSന്റെ പ്രതീകമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും അതിൽ നിന്ന് വ്യതിചലിച്ചാൽ സർക്കാർ എതിർക്കുമെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല എന്ന വിചിത്രമായ ഒരു പ്രസ്താവന ഗവർണർ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടെന്ന് കെ രാജൻ പറഞ്ഞു. മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എവിടെയും ട്യൂഷന് പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ മതനിരപേക്ഷ ജീവിതങ്ങളുടെ മാനസികാവസ്ഥയാണ് മന്ത്രിമാർക്ക്. ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടതുകൊണ്ടോ RSSന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ചതുകൊണ്ടോ അത് മനസ്സിലാവില്ല. ഗവർണറെ കേരളത്തിലെ സർക്കാർ ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം. അതിന് വിരുദ്ധമായി ഗവർണർ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതികരണം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും കെ രാജൻ വ്യക്തമാക്കി. അതല്ലാതെ മറ്റൊരു തർക്കവും ഗവർണറുമായി ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. വേറെ ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അതിന് ഇവിടെ നോക്കണം. ഈ സ്ഥലം വേറെയാണ്. ഇത് കേരളം എന്ന വളരെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ലോകത്തിന് മാതൃകയായ ഒരു കേന്ദ്രമാണ്. അത് അദ്ദേഹത്തിന് അറിയുമായിരിക്കും. ആ നിലവാരത്തിൽ അദ്ദേഹം തുടർന്ന് പെരുമാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരും തമ്മിലൊരു തർക്കമില്ല. ഗവർണർക്കും സർക്കാരിനും ഭരണഘടന അതിൻ്റെ സ്ഥലങ്ങൾ വിധിച്ചു നൽകി, അധികാരങ്ങൾ വിധിച്ചു നൽകി. ആ അധികാര പരിധി എപ്പോഴാണോ തെറ്റായി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള പ്രശ്നം. അത് ഗവർണർ എന്ന ആ പദവി ഉപയോഗിക്കുന്ന ആർലേക്കറുമായിട്ടുള്ള തർക്കമല്ല. അത് ആ പദവി ഭരണഘടന പറയും പോലെ നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലത്ത് അത് ഉറക്കെ പറയാൻ മതനിരപേക്ഷതയെ ഹനിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അത് അടിസ്ഥാന മൂല്യമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനും ആ മുന്നണിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ത്യാഗസ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂരിലും വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. മഹാത്യാഗത്തിന്റെ ഓർമ്മകളുമായാണ് മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത്. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഖുതുബയും നടന്നു. وأشهد أن لا إله إلا الله وحده لا شريك له شهادة منجية في يوم الوعيد. പരസ്പരം ആശംസകൾ കൈമാറി വിശ്വാസികൾ പെരുന്നാൾ സ്നേഹത്തിന്റെ ആഘോഷമാക്കി. തൃശൂർ മേഖലയിൽ വിവിധ പള്ളികളിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നടന്നു. ശേഷം ഉളൂഹിയത്ത് കർമ്മവുമുണ്ടായി. കയ്പമംഗലം കൊപ്രക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി.
കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കിന്റെ നേതൃത്വത്തിലായിരുന്നു കാളമുറി മസ്ജിദു സഫയിൽ പെരുന്നാൾ നമസ്കാരം. മുനവർ സഖാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ മേഖലയിലെ വിവിധ പള്ളികളിൽ ബലിപെരുന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ തന്നെ തൂവെള്ള വസ്ത്രമണിഞ്ഞ് കുഞ്ഞുങ്ങളടക്കമുള്ള വിശ്വാസികൾ പള്ളികളിലെത്തി. രാവിലെ 8 മുതൽ 8:30 വരെയുള്ള സമയങ്ങളിലായിരുന്നു പള്ളി പെരുന്നാൾ നമസ്കാരം നടന്നത്. ശാന്തിയും സമാധാനത്തിൻ്റെയും നാളുകളാകട്ടെ ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകേണ്ടതെന്ന് വിവിധ പള്ളികളിലെ ഖത്തീബുമാർ പറഞ്ഞു. ഐക്യവും സാഹോദര്യവും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും മണ്ണൂർ കോട്ടക്കുന്ന് പള്ളി ഇമാം അബൂബക്കർ ഹിസാമി പറഞ്ഞു. മാരകമായ ലഹരി വ്യാപനം തടയാനും പടരാതിരിക്കാനും യുവാക്കൾ മുന്നിട്ടിറങ്ങണമെന്നും ഐക്യവും സമാധാനവും കാത്തു സംരക്ഷിക്കണമെന്നും ഇമാം തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. പലസ്തീനിലെ ജനതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തി ചെറുതുരുത്തി മേഖലയിൽ വിവിധ പള്ളികളിൽ നമസ്കാര ചടങ്ങുകൾ നടന്നു. ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ നസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന നമസ്കാര ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. أحمده على نعمه وأشكره على قسمه أشهد أن لا إله إلا الله وحده لا شريك له الله أكبر الله أكبر الله أكبر وأشهد أن محمدا عبده ورسوله بعثه من أشرف المنابت وأيده بالقول الثابت. പള്ളിമുക്രി റഷീദ് സഹാദി സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചതോടെ നിരവധി വിശ്വാസികൾ പള്ളികളിൽ നമസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അസ്ഹരി പെരുന്നാൾ സന്ദേശം നൽകി. മധുര വിതരണവും ഉണ്ടായിരുന്നു. കുട്ടികളടക്കം നിരവധി പേർ നിസ്കാര ചടങ്ങിന് പങ്കെടുത്തു. പള്ളി പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദീഖ്, വൈസ് പ്രസിഡന്റ് ഹംസ പുറക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കർണാടക KSRTC ബസ്സിന് പിന്നിൽ കോഴിക്കോട് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന കേരള KSRTC ബസ് ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പേരാമംഗലം ഹൈവേ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൈൻ ടോം ചാക്കോയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നടന് ശസ്ത്രക്രിയ വേണമെന്നും പിതാവ് ചാക്കോയുടെ സംസ്കാരത്തിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ നടത്തുകയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ സൺ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള ഷൈൻ ടോമിനെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ഉണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്താ അവസ്ഥ? ഒരു പ്രശ്നമില്ല, ഫ്രാക്ചറുണ്ട്. അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കണം. നാളെ ഇന്നിപ്പോൾ രാത്രി 10:30 മണിയാകുമ്പോൾ ചേച്ചിമാർ 2 പേരും എത്തും. അത് കഴിഞ്ഞ് അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണമെന്നുള്ളതാണ്. നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും, കുർബാനയുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ
വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം വന്ന് ആലോചിച്ച് ഇടവക വികാരിയായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും. സർജറി അമ്മേനെ അറിയിച്ചിട്ടില്ല. അത് ആ റൂമിൽ ടി വി ഒന്നും വയ്ക്കത്തില്ല എന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. ഒരു മൈനർ ക്രാക്കേ ഉള്ളൂ ഹിപ്പിൽ. അത് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. കോട്ടായിൽ മുന്നിലേക്ക് ചാടിയ നായയെ രക്ഷിക്കാൻ വെട്ടിച്ചെടുത്ത കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. പിന്നിൽ വന്ന കാർ ഇത് കണ്ട് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് ഇറങ്ങി. കോട്ടായി വാവുള്ളിയാൽ കാളിക്കാവ് മങ്കർ റൂട്ടിൽ ചെറുകുളത്ത് വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെൻറ് UP സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലെത്താൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. 200-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കുള്ള വഴിയാണ് റെയിൽവേ അടച്ചത്. ഷൊർണൂർ പരുത്തിപ്ര സർക്കാർ UP സ്കൂളിലേക്കുള്ള ഏക വഴിയാണ് ഈ കാണുന്നത്. 11 അടിയിലധികം വീതിയുണ്ടായിരുന്ന റോഡ് റെയിൽവേ അധികൃതർ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ 8 അടിയിൽ താഴെയായി ചുരുങ്ങി. സ്കൂൾ നിൽക്കുന്നത് സ്വകാര്യ സ്ഥലത്താണെങ്കിലും റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡിലൂടെ കടന്നുവേണം സ്കൂൾ കോമ്പൗണ്ടിലെത്താൻ. ഇക്കഴിഞ്ഞ 25-നാണ് റെയിൽവേ പ്രദേശത്തെ 300 മീറ്ററോളം ഭാഗം ഇരുമ്പ് റാഡുകൾ ഉപയോഗിച്ച് ഫെൻസിംഗ് നടത്തി അടച്ചത്. ഇത് ട്രാക്കിന് മറുഭാഗത്തുള്ള പള്ളിപ്ര മാരിയിൽ നഗറിലെ 35ഓളം കുടുംബങ്ങൾക്കും വെല്ലുവിളിയായി. ഈ കുടുംബങ്ങളും കാൽനടയായാണെങ്കിലും റെയിൽ മുറിച്ചു കടന്നു പോകാൻ ഉപയോഗിച്ചിരുന്നത് ഇതേ വഴി തന്നെയാണ്. ഭാരമേറിയതും വലുതുമായ വാഹനങ്ങൾക്ക് മുനിസിപ്പൽ സ്കൂൾ റോഡിലൂടെ കടന്നുവരാൻ കഴിയാത്തത് സ്കൂളിന് വലിയ ഭീഷണിയായി മാറി. ദീർഘകാലത്തിന് ശേഷം കാലപ്പഴക്കം ചെന്ന് പൊളിഞ്ഞു വീഴാറായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനിരിക്കെയാണ് റെയിൽവേ റോഡിൻ്റെ വീതി കുറച്ചത്. ലോറികൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾക്ക് ഈ വഴി കടന്നുപോകാൻ കഴിയാതെ വന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ സാധനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിക്കാൻ ഒരു നിർവാഹവുമില്ല. സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുമോ എന്ന ഭീതിയിലാണ് സ്കൂൾ അധികൃതർ. ഏകദേശം ഒരു മാസത്തോളം ഈ വിദ്യാലയത്തിന് സർക്കാർ അനുവദിച്ചു തന്ന ഫണ്ട് ഈ ടെൻഡർ ചെയ്ത് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റെയിൽവേ ഇവിടെ ഒരു ഫെൻസിങ് ഇട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിന് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. നിർമ്മാണം തുടങ്ങാൻ എന്തു ചെയ്യുമെന്നറിയാതെ കരാറുകാരൻ 4 തവണ സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോയി. റെയിൽവേ സ്ഥാപിച്ച ഫെൻസിംഗ് മറികടന്ന് ഭാരമുള്ള വാഹനങ്ങൾ വഴിയിലൂടെ കടന്നുപോയാൽ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നാണ് റെയിൽവേയുടെ താക്കീത്. തൊട്ടടുത്ത് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ ട്രാക്കിലേക്ക് ചെരിയാനോ മറിയാനോ സാധ്യതയേറെയാണെന്ന് റെയിൽവേ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു. വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് സെന്റർ ഷൊർണൂർ. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വേറിട്ട സമരവുമായി എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പദ്ധതി പ്രദേശത്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു സമരം. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു വൃക്ഷത്തൈ നട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. സമിതി കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യന് കേരളപ്രഭ കർഷകശ്രീ പുരസ്കാര ജേതാവ് പി ഭുവനേശ്വരി സമ്മാനിച്ച വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് സമിതി അധ്യക്ഷയും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ രേവതി ബാബു സമരം ഉദ്ഘാടനം ചെയ്തത്. പലർക്കും പല തിരക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മണ്ണും ജലവും നശിപ്പിക്കാനായിട്ട് ഒയാസിസ് കമ്പനിക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് പ്രാരംഭാനുമതി കൊടുത്ത ഈ ഗവൺമെന്റിനെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തൈ നട്ടും കൊണ്ട് ഇവിടുത്തെ മണ്ണും ജലവും പരിസ്ഥിതിയും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള മുദ്രാവാക്യം അതിന്റെ സൂചനയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വൃക്ഷത്തൈകൾ നട്ടും കൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പള്ളത്തേരി, ഡി രമേശൻ, ഗിരീഷ് ബാബു, പി അനിത, സമിതി ഭാരവാഹികളായ പി തങ്കച്ചൻ, വി ശിവൻ,
OK മണികണ്ഠൻ തുടങ്ങിയവരും നിരവധി പ്രദേശവാസികളും വൃക്ഷത്തൈ നട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയിച്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ സ്ഥലപരിമിതിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മണ്ഡപത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ നിങ്ങളെങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷമില്ലേ? തീർച്ചയായും ഉണ്ടാവും. കാരണം ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ KPLP പഠിച്ച കുട്ടികളാണ്. തീർച്ചയായും നിങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ മക്കളാണ് അല്ലേ? ഇനി ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല വലിയ വലിയ സമൂഹത്തിലേക്ക് പോകേണ്ട മക്കളാണ് തീർച്ചയായും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മളെല്ലാവരും ലഹരിയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ചെറിയ മക്കളാണ് ഫോൺ, ആരും ഫോണില്ലാത്ത കുട്ടികളല്ല. ഡോക്ടർ പി സരിൻ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഫെബിൻ റഹിമാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി, രജനി, കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ OK രാമചന്ദ്രൻ, B ഷാജിദ, പഞ്ചായത്ത് അംഗങ്ങളായ PC സുധ, രാഹുൽ, രാജീവ്, ഷീല, CC രമേശ്, ബാലസുബ്രഹ്മണ്യൻ, സഞ്ജന എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രമ സ്വാഗതവും B ഷാജിദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതാംബയെ RSSന്റെ പ്രതീകമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടന, അതിൽ നിന്ന് വ്യതിചലിച്ചാൽ സർക്കാർ എതിർക്കുമെന്നും മന്ത്രി. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വലിയ വാഹനങ്ങൾക്ക് സ്കൂളിലേക്ക് പ്രവേശിക്കാനാകാത്തത് പുതിയ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. റെയിൽവേ തടസ്സപ്പെടുത്തിയത് 200-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കുള്ള വഴി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. വേറിട്ട സമരവുമായി എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പദ്ധതി പ്രദേശത്ത് 100 കണക്കിന് വൃക്ഷത്തൈകൾ നട്ടു. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. അപകടം ഇന്നു പുലർച്ചെ. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽപ്പെട്ട നടൻ സൈൻ ടോം ചാക്കോയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ത്യാഗസ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. ആശംസകൾ കൈമാറിയും ആലിംഗനം ചെയ്തും വിശ്വാസികൾ വലിയ പെരുന്നാൾ സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.